ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി ഭക്തരുടെ ആശ്രയ കേന്ദ്രമാണ് ആലുവ ശ്രീദത്ത ആഞ്ജനേയ ക്ഷേത്രം. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തോടൊപ്പം പ്രാധാന്യം നൽകി നിരവധി ഭക്തരാണ് ഇവിടെ ദർശനം നടത്തുന്നത്. പെരിയാറിന്റെ തീരത്ത് ആലുവ ദേശത്താണ് ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രം. ദത്താത്രേയ സ്വാമിയും ആഞ്ജനേയനും ഭക്തർക്ക് അഭയമരുളുന്നിടം. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി ഭക്തർക്ക് ആശ്രയമാണ് ഇവിടുത്തെ കാര്യസിദ്ധി ഹനുമാൻ. ആയിരത്തി 1991 ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമികളാണ് ക്ഷേത്രം പ്രതിഷ്ഠിച്ചത്. ഈ ക്ഷേത്രം 1991 ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വഹത്താൽ ഈ ദത്താത്രേയ മഹാഗണപതി ക്ഷേത്രം പ്രതിഷ്ഠിക്കപ്പെട്ടു. അതിൻ്റെ ഒപ്പം 1999 ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ ദിവ്യക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. ആ സമയം കൊണ്ടാണ് ഈ ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രം അന്ന് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ വർണ്ണ ഭക്തജനങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഈ ആഞ്ജനേയ സ്വാമിക്ക് കാര്യസിദ്ധി ആഞ്ജനേയ ക്ഷേത്രം അന്ന് അറിയപ്പെടുകയായി. ദത്താത്രേയ സ്വാമി, കാര്യസിദ്ധി ഹനുമാൻ, പാതാള ഹനുമാൻ, നാഗങ്ങൾ, നവഗ്രഹങ്ങൾ എന്നീ മൂർത്തികളാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ. ഇവിടെ ഗണപതി ഉണ്ട്, ദത്താത്രേയ സ്വാമി ഉണ്ട്, കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമി ഉണ്ട്, വിജയാഞ്ജനേയനുണ്ട്, നവഗ്രഹങ്ങളുണ്ട്, പാമ്പന്മാരുണ്ട്, പിന്നെ പഞ്ചമുഖ പാതാളാഞ്ജനേയനുണ്ട്. കാര്യസിദ്ധിക്കായി ഹനുമാൻ സ്വാമിക്ക് തേങ്ങകെട്ടൽ വഴിപാട് നടത്തിയാൽ ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വീതിയിൽ തേങ്ങ കെട്ടി 41 ദിവസം വ്രതം നോറ്റാൽ ഫലം നിശ്ചയം. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ കെട്ടലാണ് ഏറ്റവും പ്രധാന വഴിപാട്. അത് ഒരു മണ്ഡലകാലം ഹനുമാൻ സ്വാമിയുടെ നടക്ക് നമ്മൾ എന്താണോ കാര്യം പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ അത് പ്രാർത്ഥിച്ച് നടക്ക് വെച്ച് അതവർ പൂജിച്ച് അവിടെ തന്നെ കെട്ടും. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ആ പ്രദക്ഷിണ വഴിയിൽ തന്നെ 41 ദിവസം നമ്മൾ കെട്ടുന്ന തേങ്ങ അവിടെ തന്നെ ഇരിക്കും. ആ പൂജ കഴിഞ്ഞ് 41 ദിവസം നമ്മൾ വന്ന് അത് ആദ്യം റെസിറ്റ് നമ്മൾ പൂജിച്ച് അപ്പോൾ പ്രസാദമായിട്ട് നമ്മൾ കൊണ്ടുപോകണം. എന്നിട്ട് അത് പായസം അല്ലെങ്കിൽ അവൽ നിവേദ്യത്തിൽ നമ്മൾ കഴിക്കുമ്പോഴേ ആ വ്രതം വീടുള്ളൂ. ആ 41 ദിവസം നമുക്ക് പച്ചക്കറികൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. നല്ല വ്രതത്തോടു കൂടി ജപിക്കാനുണ്ട്. ഓം ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിനെ നമഃ. അത് 108 പ്രാവശ്യം ഒരു ദിവസം നമ്മൾ ജപിക്കണം. കാര്യസിദ്ധി ഹനുമാൻ, വിജയ ഹനുമാൻ, പാതാള ഹനുമാൻ എന്നിങ്ങനെ ഹനുമാൻ സ്വാമിയുടെ 3 ഭാവങ്ങളിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പാതാള ഹനുമാൻ പ്രതിഷ്ഠ ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ്. പൗർണമി നാളിൽ ദത്താത്രേയ സ്വാമിക്ക് തൈലാഭിഷേകവും പാതാള ഹനുമാന് അത്തപൂജയും ഇവിടുത്തെ മുഖ്യ വഴിപാടുകളാണ്. കാര്യസിദ്ധിക്കായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ഭക്തർക്കായി എല്ലാ ദിവസവും അന്നദാനവും ഹോമിയോ ആയുർവേദ ചികിത്സയും ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട്. ക്യാമറമാൻ സന്തോഷ് തിരുമലക്കൊപ്പം കിരൺ കുമാർ, ജനം, കൊച്ചി.